അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇസ്ലാം ഏറെ ചിട്ടയോടുകൂടി ജീവിക്കാൻ പഠിപ്പിച്ച ഒരു മാർഗമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ഇസ്ലാമിൻ്റെ നിയമങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് പെണ്ണിൻ്റെ വസ്ത്രധാരണം. ഇസ്ലാമിക വേഷവിധാനം എന്നുള്ളത് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പെണ്ണിൻ്റെ സുരക്ഷിതത്വത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പെണ്ണ് അവളുടെ ശരീരം മുഴുവൻ മറയുന്ന രൂപത്തിൽ വസ്ത്രം ധരിക്കണമെന്ന് പരിശുദ്ധ ഇസ്ലാം വിധിയായി, നിയമമായി അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തന്നത്. പലപ്പോഴും പല സന്ദർഭങ്ങളിലും സ്ത്രീകളുടെ വസ്ത്രധാരണം ഇന്ന് ഏറ്റവും മലീമസമായ രൂപത്തിൽ നമ്മുടെ നാടുകളിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ്. ഇവിടെ നിന്ന് മാറ്റങ്ങൾ സൃഷ്ടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിസാഉൻ ഖാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്ത് റുഊസഹുന്ന കഅസ്ലിമത്തിൽ ബുഖ്തിൽ മായില ലാ യദ്ഖുൽനൽ ജന്നത വലാ യജിദന റീഹഹ. സ്വർഗത്തിൻ്റെ വാസന പോലും കിട്ടൂല എന്ന് പരിശുദ്ധ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടാതിരിക്കാൻ നാം പരിശ്രമിക്കുക. വസ്ത്രം ധരിച്ചിട്ടും വസ്ത്രം ധരിക്കാത്തവളെപ്പോലെ ജീവിക്കുന്ന പല സ്ത്രീകളും നമ്മുടെ നാടുകളിലുണ്ട്. പുരുഷന്മാരുടെ വേഷം ധരിച്ച് നടക്കുന്ന സ്ത്രീകളെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രൂപത്തിലുള്ള വസ്ത്രം ധരിച്ച് മാന്യമായ വേഷവിധാനങ്ങൾ സ്വീകരിച്ച് ജീവിക്കാനാണ് ഒരു പെണ്ണ് നിരന്തരം പരിശ്രമിക്കേണ്ടത്. എന്നാൽ ഒരു പരിശുദ്ധ റമദാനായ നോമ്പ് നോറ്റ ഒരു പെണ്ണ് പോലും ഇന്ന് നമ്മുടെ നാടുകളിൽ വേഷവിധാനത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ പാലിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു ഹറാമായ കാര്യം ചെയ്യുന്നതിലൂടെ അവളുടെ നോമ്പ് നഷ്ടപ്പെടുന്നു എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവില്ലാതെ പോകുന്നു എന്നുള്ളത് ഏറ്റവും അപകടമാണ്. ഏറ്റവും വലിയ പുണ്യം പ്രതീക്ഷിച്ച്, സ്വർഗം പ്രതീക്ഷിച്ച് നോമ്പെടുക്കുന്ന സ്ത്രീ അവരുടെ വസ്ത്രരംഗത്ത് ഹറാമിൻ്റെ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ അത് അവളുടെ നോമ്പിനെ ബാധിക്കുമെന്ന തിരിച്ചറിവിലേക്ക് എത്തുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, തഖ്വയുള്ളവരാവുക, ഇസ്ലാമിക വേഷവിധാനം സ്വീകരിച്ച് പരിശുദ്ധ റമദാനിനെ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.